ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. ഈ വ്ളോഗിൽ ഞങ്ങൾ ആരെയും അത്ര സന്തോഷമായിട്ടല്ല കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റാം. സംഭവം വേറൊന്നല്ല, ഇന്നലെ ഏപ്രിൽ 21 അച്ഛനും അമ്മയും നാട്ടിലേക്ക് പോയ ദിവസമായിരുന്നു കേട്ടോ. അവരോട് സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വ്ളോഗ് ഞാൻ എന്താ പറയുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ അച്ഛനും അമ്മയും വന്ന ഒരു ഓർമ്മ പോലെ തന്നെ തിരിച്ചു പോകുന്നതിൻ്റെയും ഒരു എന്താ പറയുക, അവർക്ക് എന്നും ഓർക്കാനുള്ളൊരു കാര്യമായിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വെച്ച് ഷൂട്ട് ചെയ്തത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോഴും അത് അത്രത്തോളം എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന ആ ഒരു മനസ്സോട് കൂടിയായിരുന്നില്ല ഷൂട്ട് ചെയ്തിരുന്നത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാറിലൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. കാരണം ആർക്കും എന്താ പറയേണ്ടതെന്നോ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഈ ദിവസം പോയെന്ന് പോലും മനസ്സിലാവാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. 3 മാസം കണ്ണടച്ച് തുറക്കുന്ന പോലെയായിരുന്നു പോയിരുന്നത്. അവരൊരു ജനുവരി 21 ദുബായ് ട്രിപ്പ് വന്നിരുന്നത്. അവിടെ നിന്നും ബഹ്റൈനിലോട്ട് എത്തിയത് ഒരു 30-ാം തീയതി ആയിരുന്നു. ഇപ്പോൾ ദേ ഒരു 21 തിരിച്ചു പോവുകയും ചെയ്തു. എത്ര പെട്ടെന്ന് ഈ 3 മാസം പോയെന്ന് അറിഞ്ഞതേ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ മുന്നേ അവർ വരുന്നതിൻ്റെ ഒരു വ്ളോഗ് എടുത്തപ്പം എത്ര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനും കനിമോളും സൈഷേനും കൂടി അവരെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയിരുന്നല്ലേ. പക്ഷേ ഇപ്പോൾ പോകുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ മൊത്തം ഭാരവും സങ്കടങ്ങളും നിറഞ്ഞിട്ടായിരുന്നു ഈ ഒരു യാത്ര. നമുക്ക് എപ്പോഴും പറയുമ്പോൾ എയർപോർട്ട് എന്ന് പറയുന്ന സംഭവത്തിന് 2 വികാരങ്ങൾ തരാൻ പറ്റുമല്ലേ. സന്തോഷം തരാൻ പറ്റും, അതേപോലെ തന്നെ സങ്കടം. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക ഇതുപോലെ പ്രവാസി ജീവിതത്തിലുള്ളവർക്കാണ് അല്ലേ. നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരിക്കും പോവുക. പക്ഷെ തിരിച്ച് വരുമ്പോൾ ഇതെല്ലാം അവിടെ ഇട്ടിട്ട് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ച് മടങ്ങുന്നത്. അപ്പോൾ അതുപോലെ സങ്കടപ്പെട്ടിട്ടാണ് നമ്മളിവിടെ വരുന്നതും. പിന്നെ നമ്മളിവിടെ ഒന്ന് ഓക്കെ ആയി വരും വേണം. എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ലേ. പക്ഷെ വേറെ വഴികളില്ലെന്ന് കണ്ടുകൊണ്ട് ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ പറഞ്ഞതേ നമ്മൾ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ അവരിവിടുന്ന് പോയി എന്നുള്ളത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കനിമോൾക്ക് ഇപ്പോൾ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കനിമോൾ ഇതേ അവിടെ എത്തി തുടങ്ങിയപ്പോൾ കണ്ണൊക്കെ നിറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മമ്മ സമാധാനിപ്പിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്താ ട്രോളിയൊക്കെ പിടിച്ച് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ കടക്കും തോറും മനസ്സിൻ്റെ വിങ്ങലിങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എനിക്കപ്പോഴൊക്കെ ഞാൻ ഈ ഒരു ഭാഗം ആലോചിക്കുന്നത്, ഞാനിങ്ങനെ കൂട്ടാൻ പോയതും ഇപ്പോൾ ഇതേപോലെ തിരിച്ച് അവരെ കൊണ്ടാക്കാൻ പോകുക എന്നങ്ങോട്ട് മനസ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ പോകാനുള്ള സമയമായി തുടങ്ങി. അവരുടെ ബാഗൊക്കെ പോയി തുടങ്ങി കേട്ടോ. ലാസ്റ്റ് ലഗേജാണ് ഈ ടാറ്റയും പറഞ്ഞ് പോകുന്നത്. ഈ ഒരു ഭാഗത്തെപ്പോഴേക്കും എൻ്റെ മനസ്സൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നതോടുകൂടി എൻ്റെയും കനിമോളുടെ അവസ്ഥ ഫുൾ മാറി തുടങ്ങി കേട്ടോ. കനിമോളും കരയാൻ തുടങ്ങി. എനിക്ക് കനിമോളെ സമാധാനിപ്പിക്കുക, കനിമോൾ എന്നെ സമാധാനിപ്പിക്കുക, ഞങ്ങൾ രണ്ടാളെയും സൈഷയുടെ സമാധാനിപ്പിക്കുക. അങ്ങനെ നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് തന്നെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. കനിമോൾ പിന്നെ അങ്ങോട്ടേക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഒട്ടും ഓക്കെ ആവാൻ പറ്റാത്ത ഒരാൾ ഞാനാണ്. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഓക്കെ ആവാനൊന്നും പറ്റുന്നില്ല. എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വല്ലാതെ എന്നെ എന്താ പറയുക പ്രയാസപ്പെടുത്തുന്നുണ്ടേ. വേറൊന്നുമല്ല, ഈ വീട്ടിലോട്ട് തിരിച്ച് കയറിയപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ന്യൂസും അതുപോലെ തന്നെ മറിമായും പരിപാടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക. അതേപോലെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരുമില്ല, ഞാൻ മാത്രമായി മാറി എന്നുള്ളതും അവർ കിടന്നിരുന്ന റൂമൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് മെല്ലെ റെഡിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ, സീ യു.